നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ലേഡി സൂപ്പർ സ്റ്റാർ തൃഷ കൃഷ്ണയുടെ വ്യക്തിജീവിതത്തെക്കുറിച്ചും കരിയറിനെക്കുറിച്ചും എന്നും വലിയ തോതിലുള്ള ചർച്ചകളാണ് നടക്കാറുള്ളത്. ദശകങ്ങളായി തെന്നിന്ത്യൻ സിനിമയുടെ നെറുകയിൽ നിൽക്കുന്ന താരം എന്ന നിലയിൽ അവരുടെ ഓരോ ചലനവും ആരാധകർ വലിയ ആകാംക്ഷയോടെയാണ് നിരീക്ഷിക്കുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിലായി സോഷ്യൽ മീഡിയയിൽ തൃഷയെ സംബന്ധിച്ച് ഉയർന്നുവന്ന അഭ്യൂഹങ്ങൾ സിനിമാ ലോകത്തെ ഒന്നടങ്കം അമ്പരപ്പിച്ചിരിക്കുകയാണ്. അടുത്തിടെ നടി വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. നടനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ വിജയുമായുള്ള ബന്ധമാണ് അതിന് കാരണം. വിജയുടെ ഭാര്യ സംഗീത സ്വർണലിംഗം വിവാഹമോചനത്തിന് അപേക്ഷ സമർപ്പിച്ചതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് വഴിവെച്ചത്. ജീവിതം ആസ്വദിക്കുന്ന താരമാണ് തൃഷ കൃഷ്ണൻ. തന്റെ 20കളും 30കളും സിനിമാ തിരക്കുകൾക്കായി മാത്രം മാറ്റിവെക്കാതെ യാത്രകൾക്കും പാർട്ടികൾക്കും ആഘോഷങ്ങൾക്കും തൃഷ സമയം കണ്ടെത്തി. കരിയർ മാത്രമല്ല ജീവിതം എന്നുറച്ച് വിശ്വസിക്കുന്ന ആളാണ് തൃഷ. ഇന്ന് 42-കാരിയാണ് തൃഷ. ജീവിതത്തിലെ മറ്റൊരു ഘട്ടം മിക്ക നായിക നടിമാരെയും സംബന്ധിച്ച് 40കൾ ആശങ്കയുടേതാണ്. കാരണം സിനിമാ ലോകത്തെ മുൻനിര സ്ഥാനം ഇല്ലാതെയാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഏജ് ഷെയ്മിങ്ങും നേരിടേണ്ടി വരുന്നവരാണ് ഈ പ്രായത്തിലെ മിക്ക നടിമാരും. എന്നാൽ തൃഷയെ സംബന്ധിച്ച് ഇന്നും സിനിമാ ലോകത്ത് മുൻനിര സ്ഥാനമുണ്ട്. അമ്മ ചേച്ചി വേഷങ്ങളിലേക്ക് ഒതുങ്ങിപ്പോയിട്ടില്ല. അതേസമയം ജീവിതത്തിൽ ഈ പ്രായത്തിൽ വരുന്ന മാറ്റങ്ങളെ തൃഷ തിരിച്ചറിയുന്നു. നടി പങ്കുവച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇതിനുദാഹരണമാണ്. പെരിമിനോപോസിനെ കുറിച്ചുള്ള വാചകമാണ് തൃഷ പങ്കുവച്ചത്. പെരിമിനോപോസ് എന്നാൽ നിങ്ങളുടെ പീപ്പിൾ പ്ലീസിംഗ് ഹോർമോൺ ഇല്ലാതാകുകയും എനിക്കൊരു ചുക്കുമില്ല എന്ന് തോന്നിക്കുന്ന ഹോർമോൺ ടേക്ക് ഓവർ ചെയ്യുകയും ചെയ്യുന്നതാണെന്ന് ഒരു ഡോക്ടർ വിശദീകരിച്ചതാണ് ഞാൻ ഓർക്കുന്നു. എനിക്കിതിൽ കൂടുതൽ നന്നായി പറയാൻ കഴിയില്ല എന്നാണ് വാക്കുകൾ. ഇതിനോട് 100% യോജിക്കുന്നു എന്നാണ് തൃഷ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ വ്യക്തമാക്കുന്നത്. തൃഷ ടീനേജ് പെൺകുട്ടിയെ പോലെ പെരുമാറുന്നു എന്ന് ഈ അടുത്തായി പരിഹാസ കമന്റുകൾ വന്നിരുന്നു. എന്നാൽ പ്രായം മറയ്ക്കാൻ തൃഷ ശ്രമിക്കുന്നില്ല എന്ന് നടിയുടെ ആരാധകർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അടുത്ത കാലത്തായി ഒന്നിലേറെ താരങ്ങൾ പെരിമിനോപോസിനെ കുറിച്ച് സംസാരിച്ചു. നടി ലെന, ആങ്കർ രഞ്ജിനി ഹരിദാസ് തുടങ്ങിയവർ ഇതിനുദാഹരണമാണ്. പെരിമിനോപോസിനെ കുറിച്ച് ലെന ഒരു പുസ്തകം ഇറക്കി. അതേസമയം കഴിഞ്ഞ ദിവസം തൃഷയുടെ അമ്മ ഉമാകൃഷ്ണന്റെ പിറന്നാളായിരുന്നു. അമ്മയുടെ 70ാം പിറന്നാൾ തൃഷ ആഘോഷമാക്കി. അമ്മ പിറന്നാൾ കേക്ക് മുറിക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചായിരുന്നു തൃഷയുടെ പിറന്നാൾ ആശംസ. അമ്മയെ കാണാൻ മകളേക്കാൾ സുന്ദരിയാണെന്നാണ് ആരാധകർ കമന്റുകൾ ചെയ്യുന്നത്. 43-കാരിയായ തൃഷയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം അമ്മ ഉമയാണെന്നും ഇവർ പറയുന്നു. ഫിറ്റ്നസിന്റെ കാര്യത്തിൽ മകളെ പോലെ തന്നെയാണ് ഉമയും. എല്ലാ ദിവസവും മുടങ്ങാതെ യോഗയും ജിമ്മും നിർബന്ധമാണ്. ചെറിയ പ്രായത്തിൽ സിനിമാ ഓഫറുകൾ വന്നിരുന്നുവെങ്കിലും അതെല്ലാം നിരസിക്കുകയായിരുന്നു. വിവാഹശേഷം മകളുടെ കരിയറിനായി ജീവിതം മാറ്റിവെച്ചു. വർഷങ്ങൾക്ക് മുൻപ് മകൾക്കൊപ്പം ഒരു പരസ്യ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പരസ്യം സംവിധാനം ചെയ്ത എൽ വിജയുടെ സ്നേഹപൂർവ്വമായ നിർബന്ധത്തെ തുടർന്നാണ് ഉമ മകൾക്കൊപ്പം ഈ പരസ്യത്തിൽ അഭിനയിക്കാൻ തീരുമാനിച്ചത്. അതേസമയം തമിഴ് നടനും നിലവിലെ രാഷ്ട്രീയ നേതാവുമായ വിജയുമായുള്ള ബന്ധത്തെക്കുറിച്ചും തൃഷയുടെ വിവാഹത്തെക്കുറിച്ചും പ്രചരിക്കുന്ന വാർത്തകൾ ആരാധകർക്കിടയിൽ വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിക്കുന്നത്. ഈ വിവാദങ്ങൾക്ക് ആക്കം കൂട്ടിയ പ്രധാന സംഭവം നടൻ വിജയുടെ കുടുംബത്തെക്കുറിച്ച് പ്രചരിച്ച വാർത്തകൾ തന്നെയാണ്. വിജയുടെ ഭാര്യ സംഗീത വിവാഹമോചന ഹർജി നൽകിയെന്നും അതിന് കാരണം തൃഷയാണെന്നുമുള്ള തരത്തിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു. ഇതിന് പിന്നാലെ ഒരു പൊതുചടങ്ങിൽ തൃഷയും വിജയും ഒന്നിച്ചെത്തിയതും സോഷ്യൽ മീഡിയ ആഘോഷമാക്കുകയും ഹിതബന്ധമെന്ന പേരിൽ പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിനോട് പ്രതികരിക്കാൻ തൃഷയോ വിജയോ ഇതുവരെ തയ്യാറായിട്ടില്ല. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.